ഹായ് സ്റ്റുഡൻസ്, നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് മെട്രിക്സിന്റെ രണ്ടാമത്തെ വീഡിയോ ആണ്. മെട്രിക്സിന്റെ ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, മെട്രിക്സുമായിട്ട് റിലേറ്റ് ചെയ്ത വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് രണ്ടാമത്തെ വീഡിയോ ആണ് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ ഒരുപാട് റിസൾട്ടുകളാണ് പറയുന്നത്. കോമ്പറ്റേറ്റീവ് എക്സാമിന് എന്തുണ്ടാവും, ഈ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകത്തു നിന്നുള്ള മാർക്കുകൾ വളരെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്താണെന്നുള്ളത് വേഗം പറയാം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കേണ്ടത് ഒരു മെട്രിക്സ് എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് എടുത്തു, ബി എന്ന് പറയുന്ന മെട്രിക്സ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ആ രണ്ട് മെട്രിക്സുകളും മൾട്ടിപ്ലൈഡ് എ ബി എന്ന് പറയുന്ന മെട്രിക്സ് ഉണ്ടെങ്കിൽ അതിന്റെ ഡിറ്റർമിനന്റ് കാണുമ്പോൾ എന്ത് ചെയ്താൽ മതി, എയുടെ ഡിറ്റർമിനന്റ് ഇൻറ്റു ബിയുടെ ഡിറ്റർമിനന്റ്. അപ്പോൾ ഡിറ്റർമിനന്റ് ഓഫ് എ ബി എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനന്റ് ഓഫ് എ ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് ബി ആണ്. അതുപോലെ ട്രാൻസ്പോസ്, അത് നമ്മൾ ചാനലിൽ മുന്നേ ചെയ്തിട്ടുണ്ട്, എങ്ങനെയാണ് ട്രാൻസ്പോസ് കാണാന്നുള്ളത്. ഇവിടെ നമ്മൾ പ്രോപ്പർട്ടി മാത്രമേ പറയുന്നുള്ളൂ. എ ബി എന്ന് പറയുന്ന രണ്ട് മെട്രിക്സുകൾ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിന്റെ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ ബിയുടെ ട്രാൻസ്പോസിന് എന്ത് ചെയ്താൽ മതി, എയുടെ ട്രാൻസ്പോസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, പിന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, രണ്ട് മെട്രിക്സുകൾ ഐഡംപൊട്ടന്റ് മെട്രിക്സ് ആണെങ്കിൽ, അടുത്ത തിയർ ആണ് നമ്മൾ പറയുന്നത്, രണ്ട് മെട്രിക്സുകൾ ഐഡംപൊട്ടന്റ് മെട്രിക്സ് ആണ്. നമ്മൾ തൊട്ട് മുന്നിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ആ വീഡിയോ കാണാത്തവർ ആ വീഡിയോ കണ്ടിട്ട് വന്നിട്ട് ഈ ക്ലാസ് കേൾക്കുക. അപ്പോൾ എന്ത് ചെയ്യുക, ഐഡംപൊട്ടന്റ് മെട്രിക്സ് എന്താണെന്ന് പറഞ്ഞത്. അപ്പോൾ ഞാനിവിടെ പറയാം, എ സ്ക്വയർ ഈക്വൽ ടു എ എന്ന് വരുന്നുണ്ടെങ്കിലാണ് നമ്മൾ ഐഡംപൊട്ടന്റ് മെട്രിക്സ് എന്ന് പറയാം. അപ്പോൾ ഇവിടെ എന്താണ്, എയും ബിയും ഐഡംപൊട്ടന്റ് മെട്രിക്സ് ആണെങ്കിൽ എ പ്ലസ് ബി എന്ന് പറയുന്നത് എന്താവും, ഐഡംപൊട്ടന്റ് മെട്രിക്സ് ആവും. എപ്പോഴാണ് എ ബിയും ബി എ ഇൻറ്റു ബി എന്നും ബി ഇൻറ്റു എ എന്ന് പറയുന്നതും 0 ആണെങ്കിൽ എ പ്ലസ് ബി എന്തായിരിക്കും, ഐഡംപൊട്ടന്റ് മെട്രിക്സ് ആയിരിക്കും. ഓക്കെ, ഇനി അടുത്ത തിയറം പറയുന്നത് എയും ബിയും എന്താണ്, ഐഡംപൊട്ടന്റ് മെട്രിക്സ് ആണെങ്കിൽ എ ബി എന്താവും, ഐഡംപൊട്ടന്റ് മെട്രിക്സ് ആവും. എപ്പോ എയും ബിയും കമ്മ്യൂട്ട് ആവുന്നുണ്ട്. കമ്മ്യൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എ ബി ഈക്വൽ ടു എന്താണ്, ബി എ വരുന്നുണ്ടെങ്കിൽ എന്ത് വരും, എ ബി എന്ന് പറയുന്നത് എന്തായിരിക്കും, ഐഡംപൊട്ടന്റ് മെട്രിക്സ് ആയിരിക്കും. അപ്പോൾ മനസ്സിലാക്കേണ്ടത് എയും ബിയും ഐഡംപൊട്ടന്റ് മെട്രിക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ എ ബി ഐഡംപൊട്ടന്റ് മെട്രിക്സ് ആണോ എന്ന് ചോദിച്ചാൽ ആകും. എപ്പോഴാണ് ആകുക, ഈ എ ബി ഇൻറ്റു ബി എ ബി ഈക്വൽ ടു ബി എ ആവുന്നുണ്ടെങ്കിൽ എ ബി എന്താണ്, ഐഡംപൊട്ടന്റ് മെട്രിക്സ് ആണ്. ഓക്കെ, അതാണ് അടുത്ത റിസൾട്ട്. പിന്നെ നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് ആണ് ഇത്. പല എക്സാമിനും MC എൻട്രൻസിനും MSc എൻട്രൻസിനും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, പലപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു മെട്രിക്സിനെ അതിന്റെ അഡ്ജോയിന്റ് എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന മെട്രിക്സ് കാണാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ എ എന്ന് പറയുന്ന മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് എടുത്തിട്ട് ആ നമ്പർ കൊണ്ട് ആരെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി, ഐഡന്റിറ്റി മെട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. തിരിച്ചു അങ്ങനെ തന്നെയാണ്. അഡ്ജോയിന്റ് ഓഫ് എ ഇൻറ്റു എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിറ്റർമിനന്റ് ഓഫ് എ ഇൻറ്റു ഐ ആണ്. ഓക്കെ, അപ്പോൾ അത് അഡ്ജോയിന്റ് കാണുന്നതൊക്കെ നമ്മൾ ചാനലിൽ വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇനി എന്താണ് സിംഗുലറും നോൺ സിംഗുലർ എന്താണെന്ന് അറിയണം. അപ്പൊ ഇവിടെ സിംഗുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിറ്റർമിനന്റ് ഓഫ് എ ഈക്വൽ ടു 0 ആകുമ്പോഴാണ് നമ്മൾ അതിന് എന്ത് പറയാ, സിംഗുലർ എന്ന് പറയുന്നത്. അതായത് സിംഗുലർ എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനന്റ് ഓഫ് എ ഈക്വൽ ടു എന്താണ്, 0 ആകുമ്പോഴാണ് അതിനെ സിംഗുലർ എന്ന് പറയാ. ഡിറ്റർമിനന്റ് ഓഫ് എ നോട്ട് ഈക്വൽ ടു 0, നോട്ട് ഈക്വൽ ടു എന്താണ്, നോൺ സിംഗുലർ. അപ്പൊ നോൺ സിംഗുലർ ആയ മെട്രിക്സുകൾക്ക് മാത്രമേ എന്തുണ്ടാവും, ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും. ഓക്കെ, ഇതൊരു റിസൾട്ട് ആണ്. ഒരു മെട്രിക്സ് നോൺ സിംഗുലർ ആണെങ്കിൽ മാത്രം, അതായത് അതിന്റെ ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ മാത്രമേ എന്തുള്ളൂ, അതിന് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും. അടുത്തത് എന്താണ്, രണ്ട് മെട്രിക്സിന്റെ പ്രൊഡക്റ്റ് എടുത്ത മെട്രിക്സിന്റെ ഇൻവേഴ്സ് ആണ്. എയും ബി എന്ന് പറയുന്ന രണ്ട് മെട്രിക്സുകൾ ഉണ്ട്. അപ്പൊ അതിന്റെ സ്ക്വയർ മെട്രിക്സുകൾ ഉണ്ട്. അപ്പൊ അതിന്റെ പ്രൊഡക്റ്റ് ഒരേ ഓർഡറിലുള്ള അതിന്റെ എന്ത് ചെയ്യാണ്, പ്രൊഡക്റ്റ് നമ്മൾ എടുത്തിട്ട് എന്ത് ചെയ്യാണ്, അതിന്റെ ഇൻവേഴ്സ് കാണുന്നതിന് പകരം എന്ത് ചെയ്താൽ മതി, ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ്. ഈ ഇൻവേഴ്സ് കാണാനുള്ള ഫോർമുല അഡ്ജോയിന്റ് എ ഡിവൈഡ് ബൈ എന്താണ്, ഡിറ്റർമിനന്റ് എ ആണ്. അപ്പൊ എ ബി ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ്. അപ്പൊ അത് നിങ്ങൾ പഠിക്കണം. ഡിറ്റർമിനന്റ് ഓഫ് എ ബി എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനന്റ് ഓഫ് എ ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് ബി ആണ്. എ ബി ദ ഹോൾ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ് ആണ്. അതുപോലെ തന്നെയാണ് എന്ത് വരിക, ഇൻവേഴ്സിൻ്റെതും എന്ത് ചെയ്യാണ്, അതുപോലെയാണ് വരുന്നത്. അപ്പൊ ഇവിടെയും നമ്മളൊരു കാര്യം പറഞ്ഞിട്ട് ഇതൊന്ന് ശ്രദ്ധിക്കുക. ഇത് മൂന്നും ശ്രദ്ധിക്കണം. ഇത് മാത്രമാണ് അതിലെ ഡിഫറൻസ് ഉള്ളത്. എന്താണ്, എയും ബിയും സ്ക്വയർ മെട്രിക്സ് ആണെങ്കിൽ അഡ്ജോയിന്റ് ഓഫ് എ ബി എന്ന് പറഞ്ഞാൽ എന്താണ്, എ ബി എന്ന് പറയുന്ന മെട്രിക്സിന്റെ അഡ്ജോയിന്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ബിയുടെ എന്താണ് അഡ്ജോയിന്റ് എയുടെ അഡ്ജോയിന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ. ഓർഡർ മാറിപ്പോയത് അഡ്ജോയിന്റ് ഓഫ് ബി ഇൻറ്റു അഡ്ജോയിന്റ് ഓഫ് എ ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് എന്ത് ചെയ്യുന്നത്. അപ്പൊ എക്സാമിന് ചോദിക്കാം എന്താണ്, ഇതിൽ ഏതാണ് ശരി. ഈ റിസൾട്ട് തന്നിട്ട് അഡ്ജോയിന്റ് ഓഫ് എ ബി ഈക്വൽ ടു എന്നിട്ട് 4 ഓപ്ഷൻസ് തരാം. അതിൽ ഒരാൾ എന്തുണ്ടാവും, ഇതുണ്ടാവും. ഓക്കെ, അപ്പൊ അത് എന്ത് ചെയ്യാൻ നല്ല വൃത്തിയായി മനസ്സിലാക്കാം. ഇനി ഇവിടെ പറയുന്നത് ഒരു ഐഡന്റിറ്റി മെട്രിക്സ്. ഇപ്പൊ ഐഡന്റിറ്റി മെട്രിക്സ് പറഞ്ഞാൽ 2x2 ഉള്ളതുണ്ടാവും, 3x3 ഉള്ളതുണ്ടാവും, 4x4 ഉള്ളതുണ്ടാവും. ഐഡന്റിറ്റി മെട്രിക്സ് ഓഫ് ഓർഡർ n ആണെങ്കിൽ ആ മെട്രിക്സ് എന്താണ്, യൂണിറ്റ് മെട്രിക്സ് ആണെന്നുണ്ട്. അതായത് യൂണിറ്റ് മെട്രിക്സ് ആണ് ഐഡന്റിറ്റി മെട്രിക്സ് ആണെങ്കിൽ, അതായത് 1 0 0 1 അങ്ങനെ പോകുന്നത്. അതായത് മെയിൻ ഡയഗണൽ മാത്രം, പ്രിൻസിപ്പൽ ഡയഗണൽ മാത്രം എന്താണ് 1 വരുന്നതിനെയാണ് നമ്മൾ എന്താ പറയാ, യൂണിറ്റ് മെട്രിക്സ് പറയാം. അതിന്റെ അഡ്ജോയിന്റ് എപ്പോഴും എന്തായിരിക്കും, ഐഡന്റിറ്റി മെട്രിക്സ്. ഒരു ഐഡന്റിറ്റി മെട്രിക്സിന്റെ അഡ്ജോയിന്റ് എപ്പോഴും ഏത് ഓർഡറിലാണെങ്കിലും എന്താണ്, അതിന്റെ അഡ്ജോയിന്റ് എന്ന് പറയുന്നത് എന്താണ്, അതേ ഓർഡറിലുള്ള ഐഡന്റിറ്റി മെട്രിക്സ് ആണ്. ഇനി എ എന്ന് പറയുന്നത് ഒരു സ്ക്വയർ മെട്രിക്സ് ആണെങ്കിൽ ഒരു എ എന്ന് പറയുന്ന മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എടുത്തിട്ട് അതിന്റെ അഡ്ജോയിന്റ് കണ്ടുപിടിച്ചാൽ ആർക്ക് ഈക്വൽ ആണ്, അഡ്ജോയിന്റ് ഓഫ് എ ദ ഹോൾ ട്രാൻസ്പോസ്. അതായത് അഡ്ജോയിന്റ് ഓഫ് എ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു അഡ്ജോയിന്റ് ഓഫ് എ ദ ഹോൾ ട്രാൻസ്പോസ്. ഇനി എന്താണ്, എ സിമെട്രിക് ആണെങ്കിൽ എന്തായിരിക്കും, അതിന്റെ അഡ്ജോയിന്റ് എയും എന്തായിരിക്കും,
സിമെട്രിക് ആണ്. എ സിമെട്രിക് ആണെങ്കിൽ അതിന്റെ അഡ്ജോയിന്റ് എയും എന്താണ് സിമെട്രിക് ആണ്. ഇനി അതുപോലെ എ എന്ന് പറയുന്നത് ഒരു n/n സ്ക്വയർ മെട്രിക്സ് ആണെങ്കിൽ അഡ്ജോയിന്റ് ഓഫ് എയുടെ ഡിറ്റർമിനന്റ് കാണാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, എയുടെ ഡിറ്റർമിനന്റിന് ഇവിടെ എന്താണോ ഓർഡർ ഉള്ളത് അത് എന്ത് ചെയ്താൽ മതി, പവറിൽ n-1 എടുത്താൽ. അപ്പോൾ adjoint of A equal to determinant of A the whole raised to n-1. അതായത് adjoint of A യുടെ ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത് determinant of A the whole raised to n-1. ഇനി എയും ബി എന്താണ് സ്ക്വയർ മെട്രിക്സ്, ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞു എന്താണ് adjoint of AB equal to adjoint of B into adjoint of A. ഇനി ട്രേസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. ട്രേസ് എന്ന് പറഞ്ഞാൽ ഒരു മെട്രിക്സിന്റെ ട്രേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ പറയുന്നത് 2, 3, 5, 8 എന്ന് പറയുന്ന ഒരു മെട്രിക്സ് എടുത്താൽ ഇതിന്റെ ട്രേസ് എന്ന് പറഞ്ഞാൽ 2 + 8 is equal to എന്താണ് 10 ആണ്. അതായത് A11 അതുപോലെ A22 എന്ന് പറയുന്ന എൻട്രീനെ നമ്മൾ ആഡ് ചെയ്യുക. അപ്പോൾ സ്ക്വയർ മെട്രിക്സ് ആണെങ്കിൽ എന്ത് വരും, ഇതിന്റെ ഈ മെയിൻ ഡയഗണലാണ് നമ്മൾ എന്ത് ചെയ്യുക, ട്രേസ് എന്ന് പറഞ്ഞിട്ട് ആഡ് ചെയ്യുക. ഓക്കെ, ട്രേസ് കാണാൻ പറഞ്ഞാൽ മെയിൻ ഡയഗണലിൽ എന്ത് ചെയ്താൽ മതി, ആഡ് ചെയ്ത നമ്പറിനെ നമ്മൾ എന്ത് പറയുക, ട്രേസ് എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാണ്, ഒരു മെട്രിക്സിനെ ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലുള്ള മെട്രിക്സിന്റെ ട്രേസ് കാണാൻ പറഞ്ഞാൽ എന്താ മതി, ആ നമ്പർ ഇൻറ്റു ട്രേസ് ഓഫ് എ ആണ്. ഓക്കെ, ഇതിന്റെ പ്രൂഫ് ഒന്നും പറയുന്നില്ല, നമുക്ക് എൻട്രൻസ് എക്സാം ആണ്, അതൊന്നും ആവശ്യമില്ല. ഇനി എന്താണ് A+B എന്ന് പറയുന്ന മെട്രിക്സിന്റെ ട്രേസ് എന്ന് പറഞ്ഞാൽ എന്താ, ട്രേസ് ഓഫ് A പ്ലസ് ട്രേസ് ഓഫ് എന്താണ് ബി. നിങ്ങൾ നോക്കിയാൽ രണ്ട് മെട്രിക്സ് ആഡ് ചെയ്യുമ്പോൾ ഈ ഡയഗണൽ എൻട്രീസ് ഇങ്ങനെ ആഡ് ചെയ്യുന്നതുകൊണ്ടാണ് എന്ത് ട്രേസ് പറഞ്ഞാൽ എന്ത് ചെയ്താൽ സെപ്പറേറ്റ് ആഡ് ചെയ്ത് രണ്ട് മെട്രിക്സിന്റെ സെപ്പറേറ്റ് ട്രേസ് എടുത്തിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, രണ്ടും ആഡ് ചെയ്ത മെട്രിക്സിന്റെ ട്രേസ്. അതുപോലെ എന്താ AB എന്ന് പറയുന്ന മെട്രിക്സിന്റെ ട്രേസ് എന്ന് പറഞ്ഞാലും BA എന്ന് പറയുന്ന മെട്രിക്സിന്റെ ട്രേസ് എന്ന് പറഞ്ഞാലും എന്താണ് സെയിം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് മെട്രിക്സുമായിട്ട് റിലേറ്റ് ചെയ്ത എന്താണ് പ്രോപ്പർട്ടീസും അതുപോലെ ഐഡന്റിറ്റീസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അത് എന്ത് ചെയ്യാം മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് മെട്രിക്സുമായിട്ട് റിലേറ്റ് ചെയ്ത്, അത് കാണും. അതിനുശേഷം എന്ത് ചെയ്യാം. ഓക്കെ.